ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കായെ ചില ആൾക്കാർക്ക് അങ്ങോട്ട് കാണുന്നത് തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. മമ്മൂക്ക അഭിനയിക്കുന്നതും പിന്നെ അവാർഡ് വാങ്ങുന്നതൊക്കെ ചില നടന്മാർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം. അപ്പോൾ ഇന്ന് ഞാനൊരു ന്യൂസ് ചാനലിൽ ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ കണ്ടതാണ്. മമ്മൂക്കായ്ക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, മമ്മൂക്ക വെറുതെ പൈസ വാങ്ങുകയാണ്, അവാർഡ് വാങ്ങുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. 1994 മമ്മൂട്ടി അഭിനയിച്ച പൊന്തന്മാട വിധേയൻ, ഈ രണ്ട് പടത്തിലും നല്ല അവാർഡും കാര്യങ്ങളും അതേപോലെ വിജയിച്ച ഒരു പടങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഹിന്ദി നടൻ പറഞ്ഞത്, അയാളുടെ പേര് ബുദ്ധിമുട്ട് പിടിച്ച പേര് ഞാൻ ഓർക്കുന്നില്ല, പേര് ഞാൻ ശരിക്കും കറക്റ്റ് അറിയുന്നില്ല. അതായത് ഞാൻ പറയാം. അയാൾ പറയുന്നത് മമ്മൂക്കായ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, മമ്മൂട്ടി എൻ്റെ അവാർഡാണ് മമ്മൂട്ടിക്ക് വാങ്ങിയത്, എനിക്ക് കിട്ടേണ്ട അവാർഡാണ് മമ്മൂട്ടി വാങ്ങിയതെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. 93-94 മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. ആ കാലത്ത് വിധേയനും പൊന്തന്മാടെയൊക്കെ ഇറങ്ങിയ പടങ്ങളൊക്കെ നല്ല ഹിറ്റ് പടങ്ങളാണ്, അവാർഡ് പടമാണ്. അപ്പം എനിക്ക് നടനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മമ്മൂട്ടി അഭിനയിച്ചതിൻ്റെ പകുതി പോലും അഭിനയിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഏതൊരു ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ മമ്മൂക്ക അഭിനയിക്കുന്നതായിരിക്കും നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടാവില്ല. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം അഭിനയിക്കുകയല്ല, അയാൾ ജീവിച്ച് കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അഭിനയത്തിൻ്റെ കുറവോ അഭിനയത്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാവും നിങ്ങൾക്ക് കിട്ടാത്തത്. നല്ല ഹിറ്റായ പടവും നല്ല ഹിറ്റായ അഭിനയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. പിന്നെ അതല്ലാതെ മമ്മൂക്കായ്ക്ക് അവാർഡ് കിട്ടി, അതെൻ്റെ അവാർഡാണ്, അത് മമ്മൂക്ക വാങ്ങി, അതിനൊന്നും വലിയൊരു കാര്യമില്ല. ആ വർത്തമാനത്തിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങളൊരു കാര്യം വിചാരിക്കണം, ഒരു പടം ഹിറ്റായി വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കഥ നന്നാവണം, ഡയറക്ടർ നല്ല പ്രൊഡ്യൂസർ വേണം, നല്ല പ്രൊഡ്യൂസർ, കാശിറക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസർ വേണം, സ്ക്രിപ്റ്റ് അത് മാത്രമല്ല നല്ല ഹിറ്റ് കഥയാവണം. ഹിന്ദി ആയാലും മലയാളം തമിഴ് ആയാലും ഏത് ഭാഷയിലുള്ള സിനിമയായാലും. അപ്പോൾ അതിൻ്റെ ആ കഥ എഴുതുന്ന രീതിയും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ, തിരക്കഥയും മറ്റുള്ള കാര്യങ്ങളും കറക്റ്റായി കഴിഞ്ഞാൽ കഥ ഹിറ്റാവും, പടം ഹിറ്റാവും. ആ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിറ്റാവും. എന്താണ് ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കഥ എഴുതി അത് തിരക്കഥയാക്കി, അത് പിന്നെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ എല്ലാതും എഡിറ്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ്, ഫോട്ടോഷൂട്ട് എല്ലാ കാര്യവും കഴിഞ്ഞ്, ഷൂട്ടിങ് ചെയ്ത് ഡബിങ്ങും എല്ലാതും കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു സിനിമയാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട് ലക്ഷങ്ങളും കോടികളൊക്കെ ചിലപ്പോൾ മുടക്കുന്ന നിർമ്മാതാക്കളുണ്ട്. അപ്പോൾ അവർക്ക് ചില പടങ്ങളൊക്കെ ഞാൻ പറയട്ടെ, ചില നിർമ്മാതാവിനൊക്കെ പോകും, മലയാള ഹിന്ദിയിലൊക്കെ തമിഴിലൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ നിർമ്മാതാവിന് പൈസ പോണത്, അപ്പോൾ അത് ചിലപ്പോൾ കോടികളും ലക്ഷങ്ങളും കോടികളൊക്കെ ആവും പോണത്. അപ്പോൾ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഒക്കെ തിരുത്തിയിട്ട് അഭിനയിക്കാൻ നോക്കുക. അതായത് മമ്മൂട്ടിക്ക് കിട്ടിയില്ല, മമ്മൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കുള്ള അവാർഡാണ്, അല്ല നിങ്ങൾക്കുള്ള അവാർഡാണ്, ഞാൻ വാങ്ങിയതാണെന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടില്ല. മമ്മൂക്ക ഇനിയിപ്പോൾ എന്ത് വിമർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ മമ്മൂക്ക അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു നല്ല ഒരു വ്യക്തിയാണ്, മനുഷ്യത്തിലേക്കാണ്. അപ്പോൾ എല്ലാ കാര്യവും അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക നിങ്ങളോട് നേരിട്ട് ചോദിക്കാനൊന്നും വരുന്നില്ല. കാരണം മമ്മൂക്ക അതൊക്കെ ഒതുങ്ങി കേൾക്കുന്നൊരു വ്യക്തിയാണ്. മമ്മൂക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലും മമ്മൂക്ക എല്ലാതും ഒതുങ്ങി കേൾക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ പുതിയ പടങ്ങളൊക്കെ വിജയിക്കാണ്ടിരുന്നിട്ടില്ല, പുതിയ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴും പുതിയ പടങ്ങൾ തിയേറ്ററിലുണ്ട്. അതൊക്കെ മമ്മൂക്ക തന്നെയല്ലേ അഭിനയിക്കുന്നത്, അല്ല മമ്മൂക്ക വേറൊരു ഡൂപ്പിനെ വെച്ച് അഭിനയിക്കുകയല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ സിനിമ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലത്തെ പിടിപ്പുകാരാണ്, നിങ്ങളുടെ ഡയറക്ടറുടെ പിടിപ്പുകാരാണ്, പ്രൊഡ്യൂസറുടെ പിടിപ്പുകാരാണ്. അതിനിപ്പോൾ വേറെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മൂക്കയുടെ കാര്യത്തിൽ നിങ്ങൾ അസൂയപ്പെട്ടിരുന്ന കാര്യമില്ല. അസൂയ കൊണ്ടാണ് നിങ്ങളെല്ലാവരും പറയുന്നറിയാം. മമ്മൂക്ക നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് അവാർഡ് തരാം, അതിന് ഞാൻ വാങ്ങിത്തരാം, എനിക്കുള്ള അവാർഡ് നിങ്ങൾക്ക് തരാമെന്ന് മമ്മൂക്ക പറഞ്ഞില്ല. നിങ്ങളോട് ആരാ പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചു. അത് നിങ്ങൾക്ക് മമ്മൂക്ക സ്വപ്നത്തിൽ പറഞ്ഞു നാളത്തെ അവാർഡ് നിങ്ങൾക്കുള്ളതാണ്, അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ ആൾക്കാർക്ക് അത് കിട്ടേണ്ട രീതിയിൽ കിട്ടും. അപ്പം നമ്മൾ കൈകാര്യമായിട്ട് അടിച്ചൊരു കാര്യമൊന്നുമില്ല. ഇപ്പം അടുത്ത വീട്ടിലുള്ള കാറ് വാങ്ങി വെച്ചിട്ട് എനിക്ക് കാറ് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കാലങ്ങളോളൊക്കെ പിടിച്ചു നിന്നിട്ട് കാശൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് വേണം കാറ് വേണമെന്നുണ്ടെങ്കിൽ കാറ് വാങ്ങാം എന്ന് പറഞ്ഞ പോലെയാണ് ഈ പടത്തിൻ്റെ കാര്യം. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ വിജയിക്കില്ല, ചിലപ്പോൾ അവാർഡ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
ഇത് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ കമൻറ്റുകളും നെഗറ്റീവ് കമൻറ്റൊന്നും ഇടരുത്. അപ്പം എനിക്കിത്ര പറയാനുള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം സപ്പോർട്ട് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. എന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കൊരു സമാധാനത്തിനേ ഒരു സപ്പോർട്ടോ ഒരു ലൈക്കോ ഒക്കെ ചെയ്യാം. ഓക്കെ, ശരി. എന്നാൽ ഞാൻ ഇത്രയും നിർത്തുള്ളൂ. കൂടുതലൊന്നും പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാരണം ഒരുപാട് പറയാനുണ്ട്. ശരി എന്നാൽ ഓക്കെ, ബൈ.